പെട്ടെന്ന് ഓർമ്മ ലവണാസുരവധത്തിൽ ഈ ലവകുശന്മാർ ഹനുമാനെ അവർ കാട്ടിലേക്ക് വിട്ടല്ലോ ഒരു സീതയും പിള്ളേരെയും. അപ്പോൾ ലവകുശന്മാർ ഹനുമാനെ പിടിച്ചു കെട്ടി സീതയുടെ കാൽ കീഴിൽ കൊണ്ടിടും. ലവകുശന്മാർക്കറിയില്ല ഇതാരാണെന്ന്, പക്ഷെ ഹനുമാനറിയാം ഇത് രാമൻ്റെ മക്കളാണെന്ന്. അപ്പോൾ ഈ സീതയുടെ മുമ്പിൽ തലകുനിച്ച് കിടന്നുകൊണ്ട്, അപ്പോൾ സീതയ്ക്ക് മനസ്സിലായി ഹനുമാനാണെന്ന്. അപ്പോൾ തലകുനിച്ച് കിടന്നുകൊണ്ട് സുഖമോ ദേവി എന്നൊരു പദമുണ്ട്. അത് നമുക്ക് ശരിക്കും വളരെ മനസ്സിൽ തട്ടുന്നൊരു സീനാണത്. അവർക്ക് തമ്മിലറിയാം, സീതയ്ക്കും ഹനുമാനും തമ്മിൽ. എൻ്റെ നാട് വടക്കംപറവൂരാണ്, ആലുവയ്ക്കടുത്തുള്ള വടക്കംപറവൂർ. അത് എൻ്റെ അപ്പൂപ്പൻ, അമ്മയുടെ അച്ഛൻ പി എ പത്മനാഭപിള്ള ആയിട്ടുണ്ടാക്കിയ വീടാണ്. വളരെ പഴക്കമുള്ള 1-2 നൂറ്റാണ്ടെങ്കിലും പഴക്കമുള്ള വീടാണ്. അവിടെയാണ് ഞാൻ ജനിച്ചു വളർന്നത്. പഠിച്ചു തുടങ്ങിയത് അവിടെ തന്നെയുള്ള ലോവർ പ്രൈമറി സ്കൂളിൽ തുടങ്ങി 4ാം ക്ലാസ് വരെ. അത് കഴിഞ്ഞിട്ട് 5ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിലേക്ക് മാറി. അവിടെ 10ാം ക്ലാസ് വരെ പഠിച്ചു. അതിനുശേഷം ഞാൻ ആലുവ UC കോളേജിൽ പ്രീ ഡിഗ്രി ചെയ്തു. അവിടെ തന്നെ കെമിസ്ട്രി BSc ചെയ്തു. അത് 1972 SLC പാസ്സായി. 77 BScയും കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എറണാകുളം ലോ കോളേജിൽ LLBക്ക് ചേർന്നു. 80 LLB പാസ്സായി. 81 ഞാൻ എൻറോൾ ചെയ്തു. പറവൂർ എന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ ആദ്യകാല മുനിസിപ്പാലിറ്റികളിലൊന്നാണ്. അപ്പം ഞങ്ങളുടെ ജീവിതം അധികവും ഞങ്ങളുടെ അടുത്തുള്ള മൂകാംബി അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു ഭാഗം ചിലവഴിച്ചിട്ടുള്ളത്. അമ്പലം കേരളത്തിൽ വെള്ളത്തിൻ്റെ നടുക്ക് പ്രതിഷ്ഠയുള്ള സരസ്വതി ദേവി, അങ്ങനൊരു പ്രത്യേകതയുണ്ട്. സ്വയംഭൂവാണ്. പിന്നെ അവിടുത്തെ പ്രധാന വിശേഷം വിദ്യാരംഭത്തിന് ഉള്ള ആഘോഷങ്ങളാണ്. അന്നാണ് ശരിക്ക് അവിടെ ആൾക്കാർ കൂടുന്നൊരു ദിവസം. പുറമേ നിന്ന് എല്ലാവരും വന്ന് തൊഴുന്നൊരു സ്ഥലം, സമയവും സ്ഥലവും അതാണ്. ഞാനൊരു കൂട്ടുകുടുംബത്തിൽ ജനിച്ച് വളർന്നതാണ്. അപ്പോൾ ഞങ്ങൾ 4 പേരാണ്. എൻ്റെ ചേച്ചിമാർക്ക് ശേഷം ഒരു 10 കൊല്ലത്തോളം കഴിഞ്ഞിട്ടാണ് ഞാനുണ്ടായത്. പിന്നെ എൻ്റെ ഒപ്പം വല്യമ്മയുടെ മക്കളാണ് ഉണ്ടായിരുന്നത്. വല്യമ്മയ്ക്ക് 4 മക്കളുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ ഒരുപാട് മിറ്റവും പറമ്പും ഒക്കെ ഉണ്ട്. ഞങ്ങളെല്ലാം അവിടെ ക്രിക്കറ്റും ബാഡ്മിൻ്റനും എല്ലാം ഇത്തരം കളികളും ഉണ്ടായിരുന്നു. അവർ പ്രധാനമായിട്ടും ബോംബെയിലായിരുന്നു. വല്ലപ്പോഴും ഈ വെക്കേഷനൊക്കെ നാട്ടിൽ വരുമ്പോഴാണ് ഞങ്ങൾ ഒത്തുകൂടുന്നത്. സ്കൂളിലെ ബെസ്റ്റ് ഫ്രണ്ട്സായിട്ടുള്ള ഒരാൾ നാരായണൻ എന്ന് പറഞ്ഞൊരാൾ. അയാളിപ്പോൾ പട്ടാളത്തിൽ മേജറൊക്കെ ആയി റിട്ടയർ ചെയ്ത് ബാംഗ്ലൂർ താമസിക്കുന്നുണ്ട്. പിന്നെ ഒരു തോമസ് ഉണ്ടായിരുന്നു. അദ്ദേഹം ക്രൈസ്റ്റ് കോളേജിൽ പ്രൊഫസറായിരുന്നു. അദ്ദേഹം റിട്ടയർ ചെയ്ത് പറവൂർ താമസമുണ്ട്. പിന്നെ പെട്ടെന്ന് ഓർമ്മ വരുന്ന 2 ഫ്രണ്ട്സ് ഇതാണ്. സ്കൂളിൽ കുട്ടിക്കാലത്ത് ഒരുമാതിരി എല്ലാ സിനിമകളും തിയേറ്ററിൽ പോയി തന്നെ കണ്ടിരുന്നു. അന്ന് ഇന്നത്തെ പോലത്തെ TV ഒന്നുമില്ലല്ലോ, ഇൻ്റർനെറ്റ് ഒന്നുമില്ല. എല്ലാം തിയേറ്ററിൽ പോയി തന്നെ കണ്ടിരുന്നു. അപ്പോൾ ഒരു രാധാ തിയേറ്റർ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്ന ഒരു ഓലക്കെട്ടറായിരുന്നു. ബെഞ്ചിലിരുന്നൊക്കെയാണ് അന്ന് സിനിമ കണ്ടിരുന്നത്. ഞങ്ങൾ വീട്ടിൽ നിന്നൊരു ഗ്രൂപ്പായിട്ട് ഒന്നിച്ച് നടന്ന് പോയി കണ്ട് വന്നിരുന്നു സിനിമകൾ. ആദ്യം കണ്ട സിനിമ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഓർക്കുന്നില്ല. പഴയ കുഞ്ചാക്കോയുടെയും നീല സുബ്രഹ്മണ്യത്തിൻ്റെയൊക്കെ സിനിമകളാണെന്ന് ഉള്ളത്. ഒരുമാതിരി എല്ലാം തന്നെ കണ്ടിട്ടുണ്ട് പഴയ കാല സിനിമകൾ. കഥകൾ. എൻ്റെ ഗ്രാൻഡ് ഫാദർ പി എ പത്മനാഭപിള്ള വക്കീലായിരുന്നു. അപ്പോൾ ആദ്യകാലത്തൊക്കെ അമ്പലത്തിലെ കമ്മിറ്റിക്കാർ എൻ്റെ ഫാദറിനോട് വന്ന് ഗ്രാൻഡ് ഫാദറിനോട് വന്ന് ചോദിച്ചിട്ടാണ് എന്ത് കഥ വേണമെന്ന് പോലും തീരുമാനിക്കുന്നത്, കഥകളി. ഗ്രാൻഡ് ഫാദറിനൊക്കെ വീട്ടിലിരുന്ന് കേട്ടാൽ തന്നെ അവിടെ എന്താ നടക്കണമെന്ന് അറിയായിരുന്നു സ്റ്റേജിൽ. അത്ര വിവരമുള്ള ആളായിരുന്നു. എൻ്റെ അച്ഛനും ഒരു കഥകളി പ്രാന്തനായിരുന്നു. അപ്പോൾ ഞങ്ങളൊന്നിച്ച് ഫുൾ നൈറ്റൊക്കെ ഇരുന്ന് കണ്ടിട്ടുണ്ട് കഥകളി. അങ്ങനെയൊക്കെ 2-3 കഥകളുണ്ടാവും. ഇന്നത്തെ കൂട്ട് ചെറിയൊരു കഥകൾ പറഞ്ഞു പോവുമല്ല. നേരെ ഒരു 9:30-10 തൊട്ട് വെളുപ്പിന് 5:30-6 വരെയൊക്കെ ഉണ്ടാവും.
അത് മുഴുവൻ ഇരുന്നൊക്കെ കണ്ട ദിവസങ്ങളുണ്ട്. കഥകളി ആദ്യം നമ്മൾ ഈ കഥകൾ മനസ്സിലാക്കണം. പുരാണങ്ങളൊക്കെ വായിച്ച് അതിലെ കഥകളാണല്ലോ കഥകളിയായിട്ട് വരുന്നത്. അപ്പോൾ ആ കഥകൾ നമുക്ക് മനസ്സിലാവണം. പിന്നെ ഈ മുദ്രകൾ നമുക്ക് ആരെങ്കിലും പറഞ്ഞു തന്നുള്ള അറിവാണ്. പ്രത്യേകിച്ച് എൻ്റെ അച്ഛനൊക്കെ മുദ്രകളൊക്കെ അറിയായിരുന്നു. അച്ഛൻ്റെ കൂടെയൊക്കെ ഇരുന്ന് കാണുമ്പോൾ അവർ കാണിക്കുന്ന ഇന്നതാണ് എന്ന് പറഞ്ഞു തരും. അപ്പം അങ്ങനെ കണ്ട് നമുക്ക് അതെ കലാമണ്ഡലം കൃഷ്ണൻ നായർ, മാങ്കുളം വിഷ്ണു നമ്പൂതിരി, അങ്ങനെയുള്ള വലിയ രാമൻകുട്ടി നായർ, അങ്ങനെയുള്ള വലിയ വലിയ ആൾക്കാരുടെ കഥകളികൾ കണ്ടിട്ടുണ്ട്. പെട്ടെന്ന് ഓർമ്മ ലവണാസുരവധത്തിൽ ഈ ലവകുശന്മാർ ഹനുമാനെ അവർ കാട്ടിലേക്ക് വിട്ടല്ലോ ഒരു സീതയും പിള്ളേരെയും. അപ്പോൾ ലവകുശന്മാർ ഹനുമാനെ പിടിച്ചു കെട്ടി സീതയുടെ കാൽ കീഴിൽ കൊണ്ടിടും. ലവകുശന്മാർക്കറിയില്ല ഇതാരാണെന്ന്, പക്ഷെ ഹനുമാനറിയാം ഇത് രാമൻ്റെ മക്കളാണെന്ന്. അപ്പോൾ ഈ സീതയുടെ മുമ്പിൽ തലകുനിച്ച് കിടന്നുകൊണ്ട്, അപ്പോൾ സീതയ്ക്ക് മനസ്സിലായി ഹനുമാനാണെന്ന്. അപ്പോൾ തലകുനിച്ച് കിടന്നുകൊണ്ട് സുഖമോ ദേവി എന്നൊരു പദമുണ്ട്. അത് നമുക്ക് ശരിക്കും വളരെ മനസ്സിൽ തട്ടുന്നൊരു സീനാണത്. അവർക്ക് തമ്മിലറിയാം, സീതയ്ക്കും ഹനുമാനും തമ്മിൽ. കഥകളിക്ക് മുമ്പേ ഒരുക്കങ്ങൾ സൈഡിൽ ഗ്രീൻ റൂമിൽ പോയി ഞങ്ങൾ കാണാറുണ്ട്. ഇവർ കടന്നു കൊടുക്കും. മറ്റ് മേക്കപ്പ് മാൻമാർ ഈ മനയോല അതുകൊണ്ടാണ് ഈ കളറുകളൊക്കെ വരുത്തിയിരുന്നത്. പിന്നെ അരിപ്പൊടി കൊണ്ട് ഈ മറ്റേ താടി അങ്ങനെയുള്ള മിക്കവാറും രാത്രിയാണ് നടക്കാറ് അന്നൊക്കെ. ഇന്നൊക്കെ പിന്നെ സായിപ്പിനും മറ്റും വേണ്ടി ചെയ്യുമ്പോൾ അത് നടക്കില്ല. പൊതുവേ ഒരു 9:30 തൊട്ട് രാവിലെ ഒരു നേരം വെളുക്കുന്നവരെ ഒക്കെയാണ് കഥകളി നടക്കാറ്. ഗാനമേളകൾക്കും പോയിട്ടുണ്ട്. യേശുദാസിൻ്റെയും എല്ലാം കണ്ടിട്ടുണ്ട്. പറവൂർ ടൗൺ ഹാളിലൊക്കെ വന്ന് അങ്ങനെ കണ്ടിട്ടുണ്ട്. പിന്നെ ഓർക്കാവ് നമ്മുടെ കോട്ടയം രാജപ്പൻ ആദ്യമായിട്ട് കണ്ടത് ഒരമ്പലത്തിൽ വെച്ചാണ്. ഞങ്ങൾ പളുപ്പ് പരിപാടിയായിരിക്കും എന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷേ നിന്ന് കണ്ടുപോയി. കോട്ടയം രാജപ്പൻ്റെ മറ്റേ പാരഡി കഥാപ്രസംഗമില്ലേ, തുടക്കകാലത്ത്. അത് 72 to 74 ആയിരുന്നു പ്രീ ഡിഗ്രി. സെക്കൻഡ് ഗ്രൂപ്പായിരുന്നു. ഡോക്ടറാവണമെന്നൊക്കെ വിചാരിച്ച് സെക്കൻഡ് ഗ്രൂപ്പ് എടുത്താണ്. അന്ന് ഈ എൻട്രൻസ് ഇല്ല. ഈ പ്രീ ഡിഗ്രിയുടെ മാർക്ക് വെച്ചാണ്. അന്ന് കിട്ടിയില്ല. പിന്നെയും ശ്രമിച്ചു. കെമിസ്ട്രി എടുത്തു BSc-ക്ക് 74 തൊട്ട് 77 വരെ. അതൊരു നല്ല ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു കാലഘട്ടമായിരുന്നു അത്. ഗബ്രിയേൽ സാറായിരുന്നു ഇംഗ്ലീഷ് എടുത്തിരുന്നത്. അത് അന്ന് അവിടെയൊക്കെ ടീച്ചേഴ്സിനെ ഞങ്ങൾ ഇൻഷ്യൽസ് വെച്ചാൽ പറയുക. GD ഗബ്രിയേലാണെങ്കിൽ GDG എന്ന് പറയും. പിന്നെ TN വിജയൻ ഫിസിക്സ് എടുത്തിട്ടുണ്ട്, TNV എന്ന് പറയും. ഈ പറഞ്ഞ പോലെ മെഡിസിൻ ഒന്നും കിട്ടിയില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞു എന്നാൽ LLBക്ക് ചേര്, അച്ഛന് ഓഫീസുണ്ടല്ലോ. അപ്പോൾ LLBക്ക് ചേർന്നു. അവിടെ പിന്നെ UC കോളേജായിട്ട് ഭയങ്കര വ്യത്യാസമുണ്ട്. കാരണം അവിടെ ക്ലാസ്സും ഒന്നുമില്ലല്ലോ. നമുക്ക് തോന്നുമ്പോൾ പോയാൽ മതി, തോന്നുമ്പോൾ ക്ലാസ്സിൽ കയറിയാൽ മതി. ഉച്ചയാകുമ്പോൾ തിരിച്ച് വീട്ടിൽ വരും. അങ്ങനെയുള്ള ഒരു കോളേജ് ലൈഫ് എന്നൊന്നും അവിടെ പറയാനില്ല.